ലോകത്തെ ഏതു വമ്പൻ കപ്പലിനും അടുക്കാനാവുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധമായി കപ്പൽശാല യാഥാർത്ഥ്യമായാൽ കേരളം കടൽശക്തിയായി മാറും. മദർഷിപ്പുകൾ നിർമ്മിക്കാനും അറ്റകുറ്റപ്പണിക്കുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് കൈമാറുമെന്നാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനം. കടലിനഭിമുഖമായി 1 കിലോമീറ്റർ ദൂരത്തിൽ 2500 മുതൽ 3000 ഏക്കർ വിസ്തൃതിയിൽ ഭൂമി കണ്ടെത്താൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. കപ്പൽ നിർമ്മാണ പദ്ധതികൾക്ക് 20,000 കോടിയുടെ കേന്ദ്ര പാക്കേജുമുണ്ട്. കപ്പൽശാലയ്ക്ക് പൊതുസ്വകാര്യ പങ്കാളിത്തമാണ് പരിഗണനയിൽ. ഇത്രയും ഭൂമി കണ്ടെത്താനാകുമോ എന്ന് മാരിടൈം ബോർഡ് പരിശോധിക്കുന്നുണ്ട്. ബാർജുകളും ടഗുകളും മിനി ക്രൂയിസും ഒക്കെ നിർമ്മിക്കാനുള്ള ഭൂമി പലയിടത്തായി കണ്ടെത്തുന്നതും പരിഗണനയിലാണ്. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തിയാൽ കേന്ദ്ര സഹായം ഉറപ്പാണ്. 80 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ഏകോപനത്തിന് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗൗനിച്ചിരുന്നില്ല. വിഴിഞ്ഞത്തിന് 10 കിലോമീറ്ററിനടുത്ത് പൂവാറിൽ കപ്പൽശാലയ്ക്ക് സാധ്യതാ പഠനം നടത്തിയിരുന്നു. 1/2 കിലോമീറ്റർ വരെ കടലിന് 13 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതിനാൽ ഇടയ്ക്കിടെ ഡ്രെഡ്ജിംഗ് വേണ്ടിവരുന്നില്ലെന്നും 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാകുന്ന മദർഷിപ്പുകൾ പോലും നിർമ്മിക്കാൻ അനുയോജ്യമാണെന്നുമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പഠനത്തിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര കപ്പൽശാലയിലേക്ക് 10 നോട്ടിക്കൽ മൈൽ ദൂരമേ ഉള്ള എന്നതും അനുകൂലമാണ്. കപ്പൽശാല വന്നാൽ വൻതോതിൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും ഉണ്ടാവും. കടലിനഭിമുഖമായി 2500 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതാണ് വെല്ലുവിളി. വാണിജ്യ കപ്പലുകൾ നിർമ്മിക്കാൻ തക്ക ആഴമുള്ള തീരക്കടൽ വേണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കൊറിയൻ കമ്പനിയായ ഹൂണ്ടായുമായി ചേർന്ന് തൂത്തുക്കുടിയിൽ 38,000 കോടി ചെലവിൽ കപ്പൽശാലയ്ക്ക് തമിഴ്നാട് നടപടി തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു. HT കൊറിയ ഷിപ്പിംഗ് ബിൽഡിംഗ് കമ്പനിയുമായി ചേർന്ന് കമ്പനിയും ഉണ്ടാക്കി. തീരദേശ സംസ്ഥാനങ്ങളിൽ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്രത്തിന്റെ മാരിടൈം അമൃത്കാൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി. 80 ലക്ഷം കോടിയുടെ പദ്ധതിയാണിത്. കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ, റിവർ ക്രൂയിസ് പദ്ധതികൾ, ഉൾനാടൻ ജലഗതാഗത പദ്ധതികൾ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം പോലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വലിയ കപ്പൽശാല വരുന്നതുവരെ വിഴിഞ്ഞത്തെത്തുന്ന വലിയ കപ്പലുകളുടെ അടിയന്തരമായ ചെറിയ റിപ്പയറിങ്ങുകൾക്കായി വിഴിഞ്ഞം മൈനർ പോർട്ടിനോട് ചേർന്ന് സൗകര്യമൊരുക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വലിയ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുന്നതോടെ 15,000-ഓളം പുതിയ തൊഴിലവസരങ്ങളും വൻതോതിലുള്ള സാമ്പത്തിക വളർച്ചയും വിഴിഞ്ഞം പൂവാർ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കാൻ വൻതോതിലുള്ള തുക ആവശ്യമായതിനാൽ ഒരു കൂട്ട സംരംഭ നിക്ഷേപ രീതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. PPP മാതൃക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി വരിക. കൊച്ചി എയർപോർട്ട് മോഡലിൽ സ്വകാര്യ കമ്പനികളുടെയും സർക്കാരിന്റെയും സംയുക്ത നിക്ഷേപം ഇതിലുണ്ടാകും. കേന്ദ്ര സഹായം ഈ പ്രോജക്റ്റ് കേന്ദ്രത്തിന്റെ മാരിടൈം അമൃത്കാൽ വിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വലിയൊരു തുക കേന്ദ്ര ഗ്രാന്റായി ലഭിക്കും. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന ഫണ്ടും ലഭ്യമാകും. ഭൂമി ഏറ്റെടുക്കൽ കപ്പൽശാലയ്ക്കും അതിനോടനുബന്ധിച്ചുള്ള വ്യവസായങ്ങൾക്കുമായി വിപുലമായ ഭൂമി ആവശ്യമാണ്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വ്യാവസായിക വളർച്ചയ്ക്കായി കോട്ടുകാൽ, മാരനല്ലൂർ, അമരവിള എന്നീ പ്രദേശങ്ങളിലായി 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ 810 കോടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കപ്പൽശാലയിലേക്ക് ആവശ്യമായ കണക്ടിവിറ്റിക്കായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ തുരങ്ക പദ്ധതിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒരു കപ്പൽ നിർമ്മാണത്തിന്റെ ചെലവ് 15,000 കോടിയാണ്. കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത അടിസ്ഥാന സൗകര്യം ഒരുക്കും. തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്തുള്ളവർക്ക് സംവരണം നൽകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രോജക്ട് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ 15,000-ലധികം ആളുകൾക്ക് നേരിട്ടും പരോക്ഷമായി ജോലി ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കപ്പൽ രൂപകൽപ്പന, വെൽഡിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡ്രൈഡോക്ക് ഓപ്പറേറ്റർമാർ എന്നിവർക്ക് വലിയ മുൻഗണന ലഭിക്കും. കണ്ടെയ്നർ ഹാൻഡ്ലിംഗ്, കപ്പലുകളിലേക്കുള്ള ഇന്ധനം നിറയ്ക്കൽ, വെയർഹൌസിംഗ് എന്നിവയായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കും. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ട്രാൻസ്പോർട്ട് മേഖലകളിൽ വലിയ പുരോഗതിയുണ്ടാകും. പ്രദേശവാസികൾക്ക് പ്രത്യേക തൊഴിൽ പരിശീലനം നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.